ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ വ്ളോഗ്സ് ബൈ കിരൺ ബ്ലാക്ക്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ, എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള, എൻ്റെ എന്താ പറയുക, കഴിഞ്ഞ ടാൻ റിമൂവിങ് ഫേസ് പാക്കിലൊക്കെ കമൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, എൻ്റെ ഈ മുടി ഒറിജിനൽ ആണോ, ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഇതെങ്ങനെ കെയർ ചെയ്യുന്നു, ഇതിനൊക്കെയുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതെൻ്റെ ഒറിജിനൽ മുടിയാണ്. അത് ആദ്യം തന്നെ കാണിച്ചു തരാതെ. എൻ്റെ ഒറിജിനൽ മുടിയാണ്. ജനിച്ചപ്പോൾ തൊട്ട് ഇങ്ങനെയായിരുന്നു മുടി. അത് പിന്നെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ ഇതായി. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും, ഇത്ര തിക്ക് എങ്ങനെ വന്നു എന്നുള്ളത്. പ്രോപ്പറായിട്ടുള്ള കെയറിങ്ങിലൂടെ മാത്രമാണ് ഈ മുടി ഇങ്ങനെയൊക്കെ, നമ്മുടെ മുടി ആരുടെ മുടി ആയാലും നിർത്താൻ പറ്റുള്ളൂ. കണ്ടിന്യൂസ് വാഷ്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഹെയറിന് കൊടുക്കേണ്ട പല കാര്യങ്ങളും, അത് പിന്നെ നല്ല ഉറക്കം, നല്ലപോലെ വെള്ളം കുടിക്കൽ, ഇത് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലും നമ്മുടെ എന്താ പറയുക, മുടിക്ക് നല്ല ആരോഗ്യപരമായിട്ട് മുടി ഇങ്ങനെ നിൽക്കും. ഇപ്പോൾ ഈ നരയൊക്കെ വന്നത് എൻ്റെ തലക്ക് ഒരു ടൈമിൽ ഞാൻ മുടി കളർ ചെയ്ത് നടന്നതിൻ്റെ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ്. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ, ഹെയർ ഓയിൽ ഏതാണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് മുടി കൊഴിച്ചിലൊക്കെ നിർത്തി ഇത്ര തിക്ക് വരാനായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ, ഞാൻ വേറെ ഒന്നും അങ്ങനെ മുടിക്ക് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മുടിക്ക് ഹെയർ ഓയിൽ മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ മാസത്തിലൊരിക്കലും ഒരു ഹെയർ സ്പാ ചെയ്യും. അല്ലാണ്ട് വേറെ ഒന്നും അങ്ങനെ മുടിക്ക് ഇപ്പം കാര്യമായിട്ട് അങ്ങനെ ചെയ്യാറില്ല. ഇപ്പോൾ കൊഴിച്ചിൽ ഇങ്ങനെ ഇതായപ്പോഴത്തേക്കും അതിൻ്റെ ഒരു റോസ്മേരിയുടെ ഒരു ഹെയർ സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഹെയറിലേക്ക് ഇപ്പോൾ ഒന്നും ഈ ടൈമിലൊന്നും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നേരത്തേക്ക് ഷാമ്പൂ, പല ഷാമ്പൂ മാറ്റി യൂസ് ചെയ്യലും അതൊക്കെയായിരുന്നു. ഇപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 ഷാമ്പൂ ഉണ്ട്, ഒരു മൈൽഡ് ഷാമ്പും ഒരു ഹാർഡ് ഷാമ്പൂ. അത് രണ്ടുമാണ് യൂസ് ചെയ്യുന്നത്. കണ്ടീഷണറും ഇതിന് പകരം ഒരു ഹെയർ മാസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ തന്നെയാണ് എൻ്റെ ഹെയറിൻ്റെ ഇപ്പോഴത്തെ ഒരു തിക്നെസ്. പണ്ടും തിക്നെസ് ഉണ്ടായിരുന്നു, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടിയും എന്താ പറയുക, നന്നായിട്ട് കെയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഓയിലാണ്, കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഓയിലാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് വീട്ടിൽ ഉണ്ടാക്കണ ഒരു ദിവസം കൂടി ആയിരുന്നു, എൻ്റെ ഓയിൽ തീർന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു ദിവസം കൂടി ആയിരുന്നു. അപ്പോൾ അതെന്താണെന്നും എന്തൊക്കെ സാധനങ്ങൾ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ആ ഓയിൽ ഉണ്ടാക്കുന്നത്. അത് നല്ല ഇതാണ്ട് മുടിക്ക് നല്ല സോഫ്റ്റ്നെസ്സും ഇതും ഹാർഡ്നെസ്സും സോഫ്റ്റ്നെസ്സും, അതായത് സോഫ്റ്റ്നെസ് എന്ന് വെച്ചാൽ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ കണ്ടത് മുടി ഇങ്ങനെ ഇതും, പിന്നെ നല്ല തിക്നെസ്സും ഒക്കെ കിട്ടുന്ന ഒരു ഓയിലാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് വേഗം പോയി അത് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട്. ഏത് ചട്ടി വേണമെങ്കിലും എടുക്കാം, ഞാൻ ഇരുമ്പ് ചട്ടിയിലാണ് ഉണ്ടാക്കാറ്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് 50 ഗ്രാം ഉലുവ, 50 ഗ്രാം കരിഞ്ജീരകം, ഇത് നന്നായിട്ട് വറുത്തെടുക്കുക. നല്ലപോലെ ഇളക്കി വറുത്തെടുത്തിട്ട് അതൊന്ന് ചൂടാറി കഴിയുമ്പോഴത്തേക്കും നമുക്കതൊരു മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഈ മിക്സിയിൽ പൊടിച്ചെടുത്തതിന് ആ സെയിം ചട്ടിയിൽ തന്നെ നമുക്കൊരു 250 ഗ്രാം, 1/4 കിലോ വെളിച്ചെണ്ണയുടെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ 1/4 കിലോ വെളിച്ചെണ്ണ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഇതെല്ലാം ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. അത് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് പൊടിച്ച് വെച്ച ഉലുവയും കരിഞ്ജീരകവും ഇട്ട് നന്നായിട്ടൊരു 3 മിനിറ്റോളം നമുക്കിത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് മൂത്ത് കളർ മാറി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് 10 കുച്ചുള്ളി ചതച്ചത്, 1 തണ്ട് കറ്റാർവാഴ അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, ഇത് 3 ഇട്ട് നമുക്ക് നന്നായിട്ട് കാച്ചിയെടുക്കുക. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് കേട്ടോ എല്ലാം ചെയ്യേണ്ടത്. ലോ ഫ്ലെയിമിൽ നമുക്ക് കാച്ചിതേ ഈ പരിവാക്കി എടുക്കണം. 10 മിനിറ്റ് കാച്ചി പരിവാക്കി എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ അടുപ്പ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചൂടാറാൻ വയ്ക്കുക. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കൊരു കുപ്പി നന്നായിട്ട് കഴുകിയെടുക്കുക. ഒരു ചില്ല് കുപ്പി നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു കുനിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കുക. ഒരു തുണി വെക്കുക, ഇതേപോലെ ഫിൽട്ടർ ചെയ്ത് ഇതേപോലെ വെളിച്ചെണ്ണ ആക്കിയിടുക. അപ്പോൾ നമ്മുടെ തലമുടിക്കുള്ള കാച്ചി വെളിച്ചെണ്ണ റെഡി. അങ്ങനെ നിങ്ങൾ കണ്ട് എങ്ങനെയാണ് ഓയിൽ ഉണ്ടാക്കുന്നതെന്നും ഓയിലിൻ്റെ ഇത് ഫിൽട്രേഷൻ വരെയും കണ്ടു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓയിൽ നല്ല ഓയിലായിട്ട്, ഇത് നല്ല, എൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ, ഇതിൻ്റെ സ്മെല്ലാണ്. നമ്മുടെ തലയിൽ തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക,
നന്നായിട്ട് ഇതാക്കി കഴിഞ്ഞാൽ ആ സ്മെല്ല് നമ്മുടെ മുടിയിൽ എപ്പോഴും ഉണ്ടാവും. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് നല്ല സ്മെല്ലാണ് ഹെയറിന്, അതെങ്ങനെ വരുന്നത് എന്ന് വെച്ചാൽ എൻ്റെ മുടി ഒന്നാമത് വേർത്ത് കഴിഞ്ഞ് ഭയങ്കര വേർപ്പിൻ്റെ ആ ഒരു ഇത് ഉണ്ടാവുമല്ലോ. എൻ്റെ മുടി ഓൾറെഡി ഇത്രയും തിക്നെസ് ആയത് കാരണം വിയർക്കും ഉള്ളിൽ. നമ്മളിങ്ങനെ പുറത്തോട്ടൊക്കെ ഒരു നമ്മുടെ വർക്ക് അറിയാലോ, ഓട്ടം ഇതൊക്കെ ആകുമ്പോൾ വിയർക്കും. പക്ഷേ ആ സ്മെല്ലൊക്കെ കളയാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ 2 തവണ എനിക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മണിക്കൂർ 2 മണിക്കൂറോളം ഞാനിത് തേച്ച് തലയിൽ പിടിപ്പിച്ചിട്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടി ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുളിച്ച് നന്നായിട്ട് മൈൽഡ് ഷാമ്പൂലന്ന് ഞാൻ നന്നായിട്ട് കഴുകി കളയും. ഓയിൽ തലയിൽ വെക്കാറില്ല. ഇട്ടിട്ട് 2 മണിക്കൂർ വെച്ചതിന് ശേഷം നന്നായിട്ട് മൈൽഡ് ഷാമ്പൂ വെച്ചിട്ട്, ഹാർഡ് ഷാമ്പൂ യൂസ് ചെയ്യരുത്, മൈൽഡ് ഷാമ്പൂ വെച്ചിട്ട് നന്നായിട്ട് ആ ഓയിൽ കണ്ടന്റ് എന്താ പറയുക ഫുള്ളും വാഷ് ചെയ്ത് കളയാറാണ് പതിവ്. ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ ഹെയറിന്റെ ഫുള്ളും ഒഴിക്കാനായിട്ട് ഇത് പറ്റില്ല. ഇത് ഞാനിപ്പോൾ ഒരു 2 മാസത്തിനടുത്ത് ഞാൻ യൂസ് ചെയ്യും. 1.5 മാസം 2 മാസം, കാരണം ആഴ്ചയിൽ 2 തവണയല്ലേ ഡീപ്പായിട്ട് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാനിത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ തുറക്കും. ഇപ്പം കാണിച്ച എന്നിലേക്ക് കുളിക്കാനായിട്ടില്ല. ഇതേ ഈ 3 വിരൽ വേണ്ട, ഈ 3 വിരൽ ഇങ്ങനെ മുക്കും. എന്നിട്ട് ഈ റൂട്ടിൽ നന്നായിട്ട് ഇങ്ങനെ ഓരോ റൂട്ടിലും മസാജ് ചെയ്ത് കൊടുക്കും. റൂട്ടിലാണ് ഞാൻ മസാജ് ചെയ്യുന്നത്. എന്താ പറയുക, തലയിൽ ഇങ്ങനെ കോരി ഒഴിച്ച് അങ്ങനെയല്ല, കൈവച്ച് മുക്കും ഇതാക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഇതില്ലേ സിറഞ്ച് പോലത്തെ ഒരു സാധനം, നമുക്കതിങ്ങനെ ഫേസിങ് സിറോക്കെ ഇടണം, അത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതാകുമ്പോൾ അത് ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഡ്രോപ്പ് ഇട്ടിട്ട് അവിടെ മസാജ് ഇങ്ങനെ ഡ്രോപ്പ് ആക്കിയിട്ട് കൊടുക്കുക. മുടിയിൽ മൊത്തം തേക്കണം എന്നില്ല. ഇത് നിങ്ങൾ മസാജ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി മുടിയിൽ ഈ 2 മണിക്കൂറിനുള്ളിൽ കയറി പിടിച്ചോളും. അത്രയും ഞാൻ ചെയ്യാറുള്ളൂ. എന്നിട്ട് മൈൽഡായിട്ട് യൂസ് ചെയ്ത് മൈൽഡ് ഷാമ്പു വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയും. അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും ചെയ്യാറില്ല, വേറെ ഒന്നും ഹെയറിൽ അങ്ങനെ ഇടാറില്ല. ഇത് മാത്രം, ദിസ് ഒള്ളി മൈൽഡ് ഷാമ്പു യൂസ് ചെയ്യുക. ഏതെങ്കിലും മൈൽഡ് ഷാമ്പു ആയിട്ടിട്ട് അധികം ഇതാവാത്ത മൈൽഡ് ഷാമ്പുവോ അങ്ങനെ ഏതെങ്കിലും താളി അങ്ങനെയൊക്കെ വെച്ച് നന്നായിട്ട് ഹെയറിൽ ഈ മുടി എന്താ പറയുക ഓയിൽ വെക്കരുത് നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ. എന്ന് വെച്ചാൽ പിന്നെയും മുടി വെച്ചിട്ട് എന്താ പറയുക മുടിയിൽ ഓയിൽ വെച്ച് നമ്മൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് താരൻ അതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ എൻ്റെ സീക്രട്ട് ഓയിൽ നിങ്ങൾ യൂസ് ചെയ്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് പല വീഡിയോകളായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഞാൻ പറയുകയാണ്, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടാവും എന്ന് നിങ്ങൾ നോക്കുക. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുക, കുറച്ച് എണ്ണ യൂസ് ചെയ്ത് അധികം കൊടുത്ത് ഇതാക്കേണ്ടത്. ഇതൊരു 1/4 കിലോ എണ്ണയുടെ ഇതാണ് കണ്ട, 1/4 കിലോ എണ്ണ യൂസ് ചെയ്താൽ മതി. നിങ്ങൾ യൂസ് ചെയ്തിട്ട് വെറുതെ കുറേ 1 ലിറ്റർ എണ്ണയിലൊക്കെ യൂസ് ചെയ്തിട്ട് ഇതാക്കണണ്ട. നിങ്ങൾക്കൊരു പേഴ്സണൽ യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ. നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളാണല്ലോ, അത് ഉണ്ടാക്കിയാൽ മതി. വെറുതെ കുറേ ഉണ്ടാക്കി വെച്ചിട്ട് ഇതിൻ്റെ ഷെൽഫ് ലൈഫ് അധികം ഉണ്ടാവില്ല, ഒരു 3 മാസമൊക്കെ ഉണ്ടാവുള്ളൂ. അതിനുശേഷം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണ എന്താ പറയുക കാർച്ചിൽ അതൊക്കെ ഉണ്ടാവുമല്ലോ. അതിനെക്കാട്ടും നല്ലത് നമുക്ക് മാക്സിമം ഒരു 2 മാസത്തിന് യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാക്കിയാൽ മതി. അതിനുശേഷം ഉണ്ടാക്കി നോക്കുക. അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. കുറേ ഉണ്ടാക്കി വെച്ചിട്ട് വെറുതെ സമയം വേസ്റ്റ് ആവും, നമ്മുടെ സാധനവും വേസ്റ്റ് ആവണ്ടല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം, നമുക്ക് വീണ്ടും കാണണം. അപ്പോൾ ഇറ്റ്സ് മീ കിരൺ സൈനിങ് ഫ്രം മൈ യൂട്യൂബ് ചാനൽ വ്ളോഗ്സ് ബൈ കിരൺ ബ്ലാക്ക്. ടാറ്റാ.